അഴിമതിക്കും അക്രമത്തിനും സ്ത്രീപീഡനത്തിനുമെതിരെ ശക്തമായി പ്രതികരിക്കാൻ ക്രൈസ്തവ സമൂഹം തയ്യാറാകണമെന്ന് മർത്തോമാ സഭ പരമാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മർത്തോമാ മെത്രാപ്പോലിത്ത പറഞ്ഞു. 117ാമത് മാരാമൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണ് അഴിമതിയും അക്രമവും സ്ത്രീപീഡനവുമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രൈസ്തവ വിശ്വാസികൾ ഇത്തരം സാമൂഹ്യ ദൂഷ്യങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പ്രതിസന്ധികൾക്ക് മുമ്പിൽ നിസ്സംഗതയോടെ നിൽക്കാതെ ക്രൈസ്തവ ദർശനത്തിന്റെ പിൻബലത്തിൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിയണമെന്നും ലോകം കമ്പോളവൽകൃതമായതോടെ വിഭവ ചൂഷണം സാർവത്രികമാകുകയും ഇതുമൂലം സമൂഹം കൈയടക്കൽ പിടിച്ചടക്കൽ സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ദരിദ്രരോടുള്ള പക്ഷം ചേരലാണ് സുവിശേഷമെന്നും തെക്കൻ തിരുവിതാംകൂറിൽ വസൂരി പടർന്നു പിടിച്ചപ്പോൾ രോഗം പടർത്തുന്ന രോഗികൾക്കിടയിലേക്ക് ആശ്വാസവുമായി കടന്നുചെന്ന സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയെ ഇന്നത്തെ സുവിശേഷകർ മാതൃകയാക്കണമെന്നും പറഞ്ഞ മെത്രാപ്പോലിത്ത സുവിശേഷകർക്കിടയിലെ സുഖലോലുപതയെ ചോദ്യം ചെയ്യുകയും ഇപ്പോൾ വിദേശത്തേക്ക് സുവിശേഷ വേലയ്ക്കായി പോകുന്നതിനാണ് പലർക്കും താല്പര്യമെന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്തു. പ്രതിസന്ധികളെ ക്രൂശിന്റെ പാതയിലൂടെ അതിജീവിക്കുകയെന്ന ആഹ്വാനത്തോടെയാണ് 117ാമത് മാരാമൺ കൺവെൻഷന് തുടക്കമായത്. ഡോക്ടർ മാർട്ടിൻ അൽഫോൺസ് മുഖ്യ സന്ദേശം നൽകി. ഡോക്ടർ ഫിലിപ്പോസ് മാർക്കിസ് ശോഷം വലിയ മെത്രാപ്പോലിത്ത, തോമസ് മാർ തിമോത്തിയോസ്, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആരോഗ്യവകുപ്പ് മന്ത്രി അടൂർ പ്രകാശ്, ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ്, ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജ്, കൊടിക്കുന്നിൽ സുരേഷ് MP, പ്രൊഫസർ PJ കുര്യൻ MP, ആന്റോ ആന്റണി MP, PC വിഷ്ണുനാഥ് MLA, അഡ്വക്കേറ്റ് K ശിവദാസൻ നായർ MLA, രാജു എബ്രഹാം MLA തുടങ്ങി നിരവധി പ്രമുഖർ സന്നിഹിതരായിരുന്നു. ആത്മവിശുദ്ധീകരണത്തിന്റെ 7 ദിനങ്ങൾക്കായി പമ്പാതീരം ഉണർന്നതോടെ 117ാമത് മാരാമൺ കൺവെൻഷൻ നഗരിയിലേക്ക് ആദ്യ ദിനത്തിൽ ഒഴുകിയെത്തിയത് ലക്ഷത്തിലേറെ വിശ്വാസികളാണ്. 1 ലക്ഷത്തിലേറെ പേർക്ക് ഇരിക്കാവുന്ന പന്തലാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ചുട്ടുപൊള്ളുന്ന ചൂട് അവഗണിച്ച് പന്തലിന് പുറത്തും വിശ്വാസ സമൂഹം ദൈവവചനങ്ങൾ ശ്രവിക്കുന്നതിനായി തടിച്ചുകൂടി. പ്രാരംഭ ദിനം വിവിധ സഭാ നായകന്മാരുടെയും ജനനായകന്മാരുടെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. വിശ്വാസ ഹൃദയങ്ങളെ വിശുദ്ധമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മാരാമൺ കൺവെൻഷൻ ഓരോ ദിനങ്ങളും പിന്നിടുന്നത്. പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.